അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറിയാണ്. സദ്യയ്ക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു കറികളിൽ ഒന്നാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ, കാരണം ഇവിടെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഇഞ്ചി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ 1 കപ്പ് ഇഞ്ചിയാണ് എടുത്തത്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്, അത് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില, 2 പച്ചമുളക്, പൊടികളുടെ കൂട്ടത്തിൽ വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. ഇവിടെ ഒരുപാട് എരിവ് മോനും കൂടെ കൂട്ടേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് പിന്നെ ഒരു കളറും കൂടെ കിട്ടുമല്ലോ. അങ്ങനെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി. പിന്നെ നമ്മുടെ മധുരത്തിന് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് അതനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരമൊക്കെ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വറ്റൽമുളക്, കടുക്, പിന്നെ വേണ്ടത് ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ നല്ലെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് കത്തിക്കുകയാണ്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടാകുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മൊത്തം നല്ലെണ്ണയിൽ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നാടൻ ഫ്ലേവറും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇഞ്ചി മാത്രം നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് മൊത്തം നല്ലെണ്ണയെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ലെണ്ണ നമ്മൾ ചെയ്യുന്നത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണയിൽ പ്രത്യേകം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ എണ്ണ ചൂടായി തുടങ്ങി. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ 1 കപ്പ് ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു കരികരിപ്പ് പോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താണ് ഇഞ്ചി ചെയ്യുന്നതെങ്കിൽ എണ്ണ പോരെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് അല്പം ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കും കൂടെ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നോൺ സ്റ്റിക്കിലും കൂടെ ആയതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ പതുക്കെ ഇതൊന്ന് വറുത്ത് അതൊന്ന് ഒരു കരികരിപ്പാകുന്നിടം വരെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അത്ര താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുത്ത് ഇതുപോലെ വറുത്തതിന് ശേഷം മിക്സിയിൽ വറുത്തെടുത്ത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ എടുത്തിട്ട് മിക്സിയിലെ പൾസ് ബട്ടൺ ഓൺ ചെയ്ത് പതുക്കെ നമ്മളൊരു ചമ്മന്തിപ്പൊടിയൊക്കെ ഇല്ലേ, ഒരു തരിതരിപ്പ് ഫീല്, ആ ഒരു പരുവത്തിൽ നിങ്ങൾ അത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇത് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ ചോപ്പർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് മിക്സിയിലൊന്ന് പൾസ് ബട്ടൺ അമർത്തി, തീരെ അങ്ങ് പൊടിഞ്ഞങ്ങ് പോകരുത്, ഒരല്പം ഒരു തരിതരിപ്പ് വേണം. ആ ഒരു പരുവത്തിൽ നിങ്ങളത് പൊടിച്ചെടുത്തിട്ട് ബാക്കി ഭാഗം ചെയ്താൽ മതിയാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇഞ്ചി വറക്കാനായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് ചേർക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ഇഞ്ചി വറുത്തത് അത്യാവശ്യം ഒരു കരികരിപ്പ് ഫീലിംഗ് വന്നിട്ടുണ്ട്.
മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ എടുത്ത ബൗൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് ഇടുക. ഇഞ്ചി നമ്മൾ കോരിയെടുത്തത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് ചെറിയ തരിതരിപ്പായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊടിയായി അരിഞ്ഞ പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, കൂട്ടി കൊടുക്കരുത്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ നമ്മൾ ചേർത്ത മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട. നിങ്ങൾ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. അല്പാൽപമായിട്ട് പുളി പിഴിഞ്ഞ വെള്ളം ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ച വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വരുന്ന സമയത്ത്, ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കരയിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കുറുകി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വറുത്ത് മിക്സിയിൽ ചെറിയ ജാറിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചിയില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം, അത് റെക്കോർഡായില്ലെന്ന് തോന്നുന്നു, ഞാനൊരല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ തീരെ ഒഴിച്ചു കറിയല്ല, നമ്മുടെ ഇലയിൽ നിന്നും താഴെ പോകരുത്. അതേപോലെ ഇങ്ങനെ കുറുകിയിരിക്കുന്ന കറിയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പോരാന്ന് തോന്നുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണ്, അല്പം ശർക്കരയും കൂടെ ആകാം. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഈ ശർക്കര ഇടുകയാണ്. ഇപ്പം ഞാൻ ഉപ്പും മധുരവും പുളിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പോരാന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് താളിച്ചു കൊടുക്കാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് താളിച്ചു കൊടുക്കാം. ഞാനിവിടെ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാകട്ടെ. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ റെസിപ്പിയിലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ കടുക് നന്നായിട്ട് പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. തീ ലോ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന്
കടുകെല്ലാം കരിഞ്ഞു പോവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എരിവും പുളിയും ഉപ്പും ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മാറ്റമൊക്കെ വരും. അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക, ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇഞ്ചിക്കറി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ ആക്കി കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.